തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും. ഒരു വിഭാഗം ആളുകൾ ഈ പാവപ്പെട്ടവരുടെ വിഷയത്തെ വർഗീയവൽക്കരിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനുള്ള ഹീനമായ ശ്രമം നടത്തുകയാണ്. അത് കേരളം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടും. നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഒരേ നിലപാടാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഗവൺമെൻറ് അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കമ്മീഷനെല്ലാം നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ സമയപരിധി ചുരുക്കി എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് വിചാരിച്ചാൽ കഴിയും. കർണാടകയിൽ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി അവരുടെ കർഷകരുടെ പ്രശ്നം വന്നപ്പോൾ ചെയ്ത പ്രത്യേക ഉത്തരവിറക്കിയിട്ടാണ് അത് ചെയ്തത്. അതുപോലെ കേരളത്തിൽ ഇതിന് പരിഹാരമുണ്ട്. എന്നിട്ട് കോടതിയെ അറിയിക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയാണ് വിഷയം. ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. അത് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി കേരളത്തിൻ്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കും. കമ്മീഷന്റെ കാലാവധി കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നിലവിൽ 3 മാസമാണ്. അത് എത്രയും പെട്ടെന്ന് 1 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യമുള്ള അത് എത്രയും പെട്ടെന്ന് കുറച്ച് കാലാവധി കുറച്ച് കമ്മീഷനുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തോടു കൂടി പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അദ്ദേഹം സീനിയർ ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗൗരവം പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെന്റ് ഒരു ഡയലോഗ് നടത്തുന്നില്ല. ശരിക്കും ഇവരായിട്ടൊരു ഡയലോഗ് നടത്തിയിട്ടുണ്ടോ? ഞാനൊരു കത്ത് അയച്ചപ്പോഴാണ്, സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറഞ്ഞൊരു കത്ത് അയച്ചപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഇവരാരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് നടക്കുന്നില്ലേ? അത് എന്നിട്ട് തന്നെ എത്രയോ പ്രാവശ്യം അത് നീട്ടിവെച്ച് ഇലക്ഷൻ കഴിയുന്നവരാക്കി. ഇലക്ഷൻ കാലത്ത് ഇവിടെ ഇലക്ഷൻ നടക്കുന്നില്ല എറണാകുളത്ത്. ഇതിവിടെ പെരുമാറ്റച്ചട്ടമുള്ള ജില്ലയല്ലല്ലോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു യോഗം തിരുവനന്തപുരത്ത് നടത്താമായിരുന്നു. എന്നിട്ട് ഇലക്ഷൻ കഴിയുന്നവരെ 1 മാസം നീട്ടിവെച്ചു. ഇലക്ഷനിൽ അതിൻ്റെ ഗുണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് മനസ്സിലായി. അത് ഞങ്ങളത് UDF ഉടനെ തന്നെ കൂടിയിട്ട് ഞങ്ങളത് തീരുമാനം എടുക്കും. ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞങ്ങൾ കമ്മീഷൻ അറിയിക്കും.